ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റീസെന്റ് അപ്ഡേറ്റ് ചെയ്ത് വന്ന XL6ന്റെ ആൽഫ വേരിയന്റ് ആണ്. XL6ന് 3 വേരിയന്റ് ആണ് വരുന്നത്: സീറ്റ, ആൽഫ ആൻഡ് ആൽഫ പ്ലസ്. ഇതപ്പോൾ ശരിക്കും ഒരു മിഡ് വേരിയന്റ് എന്ന് പറയാം. നിങ്ങളിപ്പോൾ ഗ്രാൻഡ് വിറ്റാറ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രസ ഒക്കെ നോക്കുന്നുണ്ട്, ആ ഒരു ബഡ്ജറ്റിന് നിങ്ങൾക്കൊരു 7 സീറ്റർ വേണമെങ്കിൽ, ഒരു പ്രീമിയം 7 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് XL6. നമ്മുടെ ബ്രസയിലും ഗ്രാൻഡ് വിറ്റാറിലേക്ക് വരുന്ന സെയിം 1.5 പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം മൈലേജും ഉണ്ട്, കാരണം ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടിയാണ് വരുന്നത്. ഇതിപ്പോൾ റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന XL6ന്റെ വേരിയന്റ് ആണ്. ഇതിനകത്ത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് എന്തെല്ലാം ഫീച്ചേഴ്സാണ് അഡീഷണലി വരുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഓണം ഓഫർ കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. റീസെന്റ് അപ്ഡേറ്റ് ചെയ്ത് വന്ന XL6ന്റെ ആൽഫ വേരിയന്റ് ആണ്. XL6ലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ഒരു ആൽഫ വേരിയന്റ് ആണ്. കാരണം XL6ൽ നമുക്ക് 3 വേരിയന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്: സീറ്റ, ആൽഫ ആൻഡ് ആൽഫ പ്ലസ്. ഇതിനകത്ത് ആൽഫ വേരിയന്റിൽ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് വന്ന അപ്ഡേറ്റിൽ മേജറായിട്ട് ചേഞ്ച് വന്നിരിക്കുന്ന സേഫ്റ്റിയിലാണ്. സേഫ്റ്റിയിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അഡീഷണലി കുറച്ച് ചേഞ്ചസും കൂടിയും ഇതിനകത്ത് മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ XL6ന്റെ ഏത് വേരിയന്റ് ആണെങ്കിലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിപ്പോൾ ടോപ്പ് എൻഡിന്റെ എക്സാക്ട് സിമിലർ ലുക്കാണ് ഈ വാഹനം തരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ക്രോം ഫിനിഷൊക്കെ തന്ന് ഒരു പ്രീമിയം ലുക്കിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ എർട്ടിഗയുടെ ഒരു ടോപ്പ് എൻഡ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രസയുടെ ZXi, അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ, ഈ ഒരു വാഹനങ്ങളൊക്കെ നോക്കുന്നത്, ഈ വാഹനങ്ങളെല്ലാം തന്നെ ബ്രസ ആണെങ്കിലും ഗ്രാൻഡ് വിറ്റാര ആണെങ്കിലും നമുക്ക് 5 സീറ്റർ ആണ്. എന്നാൽ നിങ്ങൾക്കൊരു പ്രീമിയം 7 സീറ്റർ വേണമെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വാഹനമാണ് നമ്മളുടെ ഈ XL6. ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഹെഡ്ലൈറ്റ് നമുക്ക് ഫുൾ LED ഹെഡ്ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 4 സ്ലോട്ടായിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് 2 ലോ ബീമും 1 ഹൈ ബീമും എന്നുള്ള രീതിയിൽ. അതിന് താഴെ നമുക്ക് DR വരുന്നുണ്ട്, അതും LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കാണാം. ശരിക്കും ഒരു ക്രോമിന്റെ അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം. വശങ്ങളിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, അത് മാത്രം ഹാലജനായിട്ട് വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് കാണാം, അതും നമുക്ക് LED ഫോഗ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്, അത് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ താഴത്തെ പോർഷൻസ്, എയർ ഡാമിന്റെ പോർഷൻസ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ടോപ്പിലെ ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രോമിന്റെ ലൈൻസ് കാര്യങ്ങൾ കാണാം. നടുക്ക് സുസുക്കിയുടെ ലോഗോ. അതിന് താഴെയായിട്ട് 360 ക്യാമറ ഉള്ളതുകൊണ്ട് അതിന്റെ ക്യാമറയുടെ ലെൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. പഴയ XL6 ആയിട്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഓവറോൾ ലെങ്ത് വരുന്നത് 4445 mm ആണ്. വിഡ്ത്ത് ആണെങ്കിൽ 1775 mm. വീൽ ബേസ് മാത്രം 2740 mm ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വശങ്ങളിലെല്ലാം ഒരു SUV ലുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടിയും പ്രീമിയം ലുക്ക് കിട്ടണമെങ്കിൽ ഈ ബ്ലാക്ക് ക്ലാഡിങ് എല്ലാം ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് കാറായിട്ട് XL6 മാറും. ഇപ്പോൾ വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 195/60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് കൊടുത്തിരിക്കുന്നു. പഴയ സെയിം ഡയമണ്ട് കട്ട് അലോയ്സ് തന്നെയാണ്. ഡിസൈനിൽ ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വശങ്ങളിലെ ബ്ലാക്ക് ലാഡിങ് കാണാം. അതിന് താഴെ നമുക്കൊരു സിൽവർ ഫിനിഷിൽ തന്നെ ഒരു സ്കേറ്റിംഗ് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കീലെസ് എൻട്രി വരുന്ന അതിൻ്റെ ഫീച്ചേഴ്സ് കാണാം. ഒരു 30% UV കട്ട് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്രീനിഷ് കളറിൽ ടിൻറ്റഡ് ടൈപ്പ് ഗ്ലാസ്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാനായിട്ട് പറ്റും, അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സൺ റൂഫ് കാര്യങ്ങളൊന്നും തന്നെ വാഹനത്തിൽ വരുന്നില്ല. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. പഴയ XL6 വരുന്നൊരു മേജർ ഡിഫറൻസ് നമുക്ക് ആ വാഹനത്തിന് ചെറിയൊരു നീളം കൂടുതൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പഴയ XL6ന്റെ ഈ ബാക്കിലെ ഗ്ലാസ് ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്ന രീതിയിലാണ് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ്, ഒരു ഇത്രയും സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഏകദേശം ഒരു 6 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തൊരു ലെങ്ത്തിലൂടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത് വന്ന് നോക്കിയാലാണ് മനസ്സിലാവും. ലോങ്ങിൽ നോക്കുമ്പോൾ അത് വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ബാക്കിലെ ഡോർസ് ആണെങ്കിലും സെഗ്മെൻറ്റിലെ ഏറ്റവും വലിപ്പമുള്ള ഡോറുകൾ തന്നെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു മേജർ ഡിഫറൻസ് വരുന്നത് വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള ലുക്കിലാണ്. ഇപ്പോൾ ബാക്കിലൊരു സൂപ്പർ സ്പോയിലറും കൂടി ആഡ് ചെയ്തതോടുകൂടി ഒരു പക്ക സ്പോർട്ടി ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. XL6 മുമ്പും ആൽഫ വേരിയന്റിൽ സ്പോയിലർ വന്നിരുന്നു. അതൊരു വേറെ ടൈപ്പ് ഓഫ് സ്പോയിലറാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴത്തെ പോർഷൻ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ്
കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഈ സ്പോയിലറിനോട് ചേർന്ന് മാച്ച് ആവുന്ന രീതിയിൽ ഈ വശത്തായിട്ട് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ഈ ഒരു പോർഷൻ ഇത്രയും വലിപ്പം വന്നതുകൊണ്ട് വാഹനത്തിന് അല്പം നീളം കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ഒരു സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഇതിൽ ബാക്കിൽ ഡിഫോഗർ വരുന്നുണ്ട്, വാഷർ ആൻഡ് വൈപ്പറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നെക്സ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഫുൾ LED ആയിട്ടാണ് ഇതിൻ്റെ ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അകത്ത് ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടും താഴെ റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റേ നമ്മളുടെ എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഒരു പ്രീമിയം ലുക്കിംഗ് ബാക്ക് സൈഡിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സെൻറ്റർ പോർഷൻ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇവിടെ ഒരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ബാക്കിൽ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ XL6 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. അത് താഴെയായിട്ട് നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷ്, ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 3 സീറ്റ് നിവർത്തി വെച്ചിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 209 ലിറ്ററാണ് ഈ ഒരു പൊസിഷനിൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത് നമുക്കിവിടെ ഒരു 2 സ്പ്ലിറ്റഡ് രീതിയിലാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീല് വാഹനത്തിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സീറ്റ് നമുക്ക് ഇതിൻ്റെ സ്ലാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഫുള്ളി ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തേർഡ് റോ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 550 ലിറ്ററാണ് എൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. തേർഡ് റോയിലേക്കുള്ള AC വെൻസ് ഇപ്പോൾ ഈ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡറും കാണാനായിട്ട് പറ്റും. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ കോർണറിലായിട്ട് 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് കാണാം. ബാക്കിലെ ഗ്രാബ് ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം ഫിക്സഡ് ഗ്രാബ് ഹാൻഡിൽസ് ആണ് വരുന്നത്. വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും ബാക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ്. ഇനി അകത്തു നിന്നുള്ള ചേഞ്ചസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് 360 ക്യാമറ വരുന്നുണ്ട്. മിററിൻ്റെ താഴെ നമുക്കൊരു ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇവിടെ എല്ലാം ഒരു ഫേക്ക് വുഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കാണാം. അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. കീഴിൽ തന്നെ നമ്മൾ വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെതർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേഷൻ ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നത് ലെതർ സീറ്റുകളാണ് വരുന്നത്. ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റ് ആണ്. എന്നാലും നമുക്ക് ഡെഡിക്കേറ്റഡ് ഉള്ള ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് റിയറിലെ AC ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. 360 ക്യാമറയുടെ വ്യൂ ബട്ടൺ കാണാം. സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. അതിനോട് ചേർന്ന് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. XL6 ആൽഫ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ഇൻറ്റീരിയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കാരണം ഈ ഒരു ഫുൾ ബ്ലാക്ക് തീം തന്നെയാണ്. സെൻട്രലിലേക്ക് നമുക്ക് ഇവിടെ ഒരു ഫേക്ക് വുഡ് ട്രീറ്റ്മെൻറ്റ് കാണാം. അതിന് താഴെ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ പോലും നമുക്ക് ഫുൾ ലെതറിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ടോപ്പ് എൻഡിലൊക്കെ കണ്ടുവന്ന സെയിം സ്റ്റിയറിംഗ് വീല്. ടോപ്പിലെ പോർഷൻ നമുക്ക് ലെതർ ഫിനിഷും താഴെ നമുക്ക് ആ ഒരു സിൽവർ ടച്ചും കാണാനായിട്ട് പറ്റും. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും താഴെ നമുക്ക് വലതുവശത്തായിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് പോലുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ പഴയ XL6ൽ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. നിങ്ങൾ കാണുന്ന സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ആ ഒരു ഇതാണ്. നമുക്ക് മീറ്ററിൽ തന്നെയാണ് അതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും കൊടുത്തിരിക്കുന്നത് നോബായിട്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് കാണാം. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, എത്ര സമയം ഓടി, ഡ്രൈവിംഗ് ടൈം, പിന്നെ ടോട്ടൽ ട്രിപ്പ്, ക്ലോക്ക്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ്. പക്ഷേ XL6ലേക്ക് വരുമ്പോൾ ഈ സിസ്റ്റത്തിൽ തന്നെ അവർ 360 ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. 4 സ്പീക്കറും 2 ട്യൂട്ടോടും കൂടിയ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ്. സ്റ്റിയറിംഗ് വീലിനോട് ചേർന്നുള്ള വ്യൂ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 360 ക്യാമറ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. കാര്യം ഈ 7 ഇഞ്ച് സ്ക്രീനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യം ഡീസൻറ്റ് ക്ലാരിറ്റിയോട് കൂടിയാണ് അത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിൻ്റെ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് 360 ക്യാമറ
ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഫംഗ്ഷൻ വരുന്നതാണ് കിട്ടുന്നത്. അത് നല്ല ക്ലിയർ ആൻഡ് ക്ലിസ്റ്റർ ആയിട്ട് തന്നെ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാറ്റലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. അതിന്റെ ഒരു ബട്ടണുകൾ കാണാം. അതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. പഴയ സ്വിഫ്റ്റിലൊക്കെ കണ്ട ഒരു സെയിം യൂണിറ്റിന്റെ ടൈപ്പാണ്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനകത്തൊരു ഓറഞ്ച് കളർ ബാക്ക് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. താഴേക്ക് വന്ന 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതാണ് കീ വരുന്നത്. കീയിലൊന്നും പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും കൊണ്ടുവന്നിട്ടില്ല. സെയിം കീ തന്നെയാണ്. വയർലെസ് ചാർജിന്റെ ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണും. കപ്പ് ഹോൾഡേഴ്സിൽ ആദ്യം നമുക്ക് കൂൾഡ് ഫീച്ചറിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അതിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. സെന്റർ ആംറെസ്റ്റ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം. ഇവിടെ നമുക്ക് സെന്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതറിറ്റ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൻറ്ററിൽ മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. നമുക്ക് സെൻറ്ററിൽ ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകളെല്ലാം ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫീച്ചേഴ്സിൽ കാര്യങ്ങളിലൊന്നും പഴയ ആൽഫ വേരിയന്റുമായിട്ട് വ്യത്യാസങ്ങൾ വരുന്നില്ല. കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സോ ലൈറ്റിന്റെ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ചെറിയൊരു ഗ്ലോ ബോക്സ് തന്നെയാണ് വരുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകൾ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 70 ഡിഗ്രിയിൽ തുറക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള വലിയ ഡോറുകളാണ്. ഡോർ പാഡിൽ നമുക്കെല്ലാം ഇവിടെയെല്ലാം ഒരു ലെതറിറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫ്രണ്ടിലെ ഡോർ പാഡിൽ നമുക്ക് ആ ലെതറിറ്റ് ഫിനിഷ് കാണാം. പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിൽ കാണാം. താഴെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് 2 ക്യാപ്റ്റൻ സീറ്റുകളാണ് മിഡിൽ റോയിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇൻഡിവിജ്വൽ ആംറസ്റ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. അത് ലെതർ സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മേജറായിട്ട് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബാക്കിലേക്കുള്ള AC വെൻസ് ഇവിടെ സെൻറ്റർ മൗണ്ടഡായിട്ട് കൊടുത്തിരിക്കുന്നു. മുമ്പത്തെ XL6 റൂഫ് മൗണ്ടഡ് AC ആണ് വന്നിരുന്നത്. അത് ചേഞ്ച് ചെയ്ത് സെൻറ്റർ മൗണ്ടഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് 2 Type C ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ ടെക്നോളജിയുടെ അനുസരിച്ച് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം കാണാം. ഹെഡ് റൂം ആണെങ്കിലും ലെഗ് റൂം ആൻഡ് ന്യൂ റൂം കാണാം. നമ്മൾ കാലെല്ലാം അകത്തേക്ക് വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നല്ല ഹൈറ്റിലിരുന്ന് നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ക്യാപ്റ്റൻ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 ക്യാപ്റ്റൻ സീറ്റ് ആയതുകൊണ്ട് 2 പേർക്ക് നല്ല സുഖമായിട്ടിരുന്ന് സെൻറ്റർ ആംറെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കൈയൊക്കെ വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ബാക്കിലേക്ക് സ്പ്രിംഗിലായിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ സെൻറ്റർ മൗണ്ടഡ് റീഡിംഗ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഹാലജനായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ബാക്കിലേക്ക് നമുക്ക് കയറാനായിട്ട് ഈ സീറ്റ് ഫ്രണ്ടിലെ 2 സീറ്റുകൾ ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് വെക്കുക. അകത്തേക്ക് ബാക്ക് സീറ്റിലേക്ക് പ്രവേശിക്കാം. അല്ലെങ്കിൽ ഈ സെൻറ്ററിൽ കൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. ബാക്ക് സീറ്റിൽ നമുക്ക് 3 പേർക്ക് നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഈ സെൻറ്റർ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ലോങ് റൈഡൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലെ യാത്രക്കാർക്കും 2 Type C ചാർജിങ് പോർട്ടുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓർമ്മ 60 വാട്ട്സിൻ്റെ ചാർജിങ് പോർട്ടാണ്. അപ്പോൾ ബാക്കിൽ 2 ചാർജിങ് പോർട്ട്, സെൻറ്ററിൽ ചാർജിങ് പോർട്ട്, ഫ്രണ്ടിലും USB ചാർജിങ് പോർട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 7 ചാർജിങ് പോർട്ടുകൾ ഈ വാഹനത്തിൽ 7 സീറ്റർ 7 ചാർജിങ് പോർട്ടുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. XL6 സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ സേഫ്റ്റിയിലാണ് മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 360 ക്യാമറ, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആൽഫ പ്ലസിൽ TPMS പോലെയുള്ള ഫീച്ചേഴ്സും അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മാരുതിയുടെ ഏത് വാഹനമാണെങ്കിലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ് വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഗിയർ ബോക്സ് വരുന്നത്. മൈലേജ് നോക്കുകയാണെങ്കിലും ആവറേജ് മൈലേജ് ഒരു 14-നും 15-നും ഇടയ്ക്ക് നമുക്ക് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ സ്മാർട്ട് ഹൈബ്രിഡ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം എനർജി സേവിങ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പ്രൈസിൽ ഇപ്പോൾ ഓണം ഓഫറായിട്ട് XL6 20,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും 10,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും പിന്നെ അഡീഷണലി ഷോറൂമിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓൺ റോഡ് പ്രൈസ് ഇതിൻ്റെ 6 എയർ ബാഗുള്ള വാഹനങ്ങൾക്കാണ്. 4 എയർ ബാഗുള്ള വാഹനങ്ങളും അവൈലബിൾ ആണ്. 1-2 വേരിയൻ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ വലിയ പ്രൈസ് ഡിസ്കൗണ്ട് ഒന്നും അതിന് വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ 6 എയർ ബാഗുള്ള വേർഷനിലേക്ക് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയ സീറ്റ വേരിയൻ്റ് ആണ് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. അതിന് ഓഫറുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് 14,20,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അഡീഷണലി എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഇതുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഓഫറും പിന്നെ ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് ഡിസ്കൗണ്ടൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 13.25 ലക്ഷം രൂപയ്ക്കൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ XL6 ഓൺ റോഡ് ഇറങ്ങും. ഇനിയും ഇതിൻ്റെ സീറ്റ അതായത് ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. സീറ്റ ഓട്ടോമാറ്റിക്കിന് 15,85,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആൽഫ വേരിയൻ്റ് ആണ്. ആൽഫ വേരിയൻറ്റിന് 15,35,000 രൂപയാണ് ആൽഫ മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്കിൽ പോയി കഴിഞ്ഞാൽ 17 ലക്ഷം രൂപയാണ് ആൽഫ ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് ആൽഫ ഓട്ടോമാറ്റിക് ഈ സെഗ്മെന്റിലെ ഒരു വാല്യൂ ഫോർ മണി വാഹനം തന്നെയാണ്. കാരണം ഗ്രാൻഡ് വിറ്റാര നമുക്ക് ഡെൽറ്റയ്ക്ക് ഏകദേശം 10-16 ലക്ഷം രൂപ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. ബ്രസേര ടോപ്പ് എൻഡ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഈ സിമിലർ പ്രൈസ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്നവർക്ക് ആ ഒരു സെയിം ഫീച്ചേഴ്സും ആ ഒരു പ്രീമിയംനെസ്സും ഉള്ള ഒരു 7 സീറ്റർ വേണമെങ്കിൽ ഗോ ഫോർ നമ്മളുടെ XL6. അത് ശരിക്കും ഒരു കൺസിഡർ ചെയ്യേണ്ട വാഹനം. സെയിം എഞ്ചിനാണ്, സെയിം പെർഫോമൻസ് ആണ്, സെയിം മൈലേജ് ആണ്, എന്നാൽ കുറച്ചും കൂടി പ്രീമിയം ലുക്കിങ്ങും ഒരു 7 സീറ്ററുമാണ്. അതാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ടോപ്പ് എൻഡ് ആയിട്ട് വരുന്ന ആൽഫ പ്ലസ് ആണ്. ആൽഫ പ്ലസ് മാനുവലിന് 15,95,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 17,60,000 രൂപയും. അന്ന് ആൽഫ ആൻഡ് ആൽഫ പ്ലസ് തമ്മിൽ 60,000 രൂപ ഡിഫറൻസ് ആണ് വരുന്നത്. ആൽഫ പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ അഡീഷണലി നിങ്ങൾക്ക് TPMS പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ സീറ്റ് വെന്റിലേഷൻ്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ചെറിയ 1-2 ഫീച്ചേഴ്സുള്ള ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ 17,60,000 രൂപയാണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഓണായതുകൊണ്ട് മാരുതിയിൽ ഒരു എല്ലാ വാഹനങ്ങൾക്കും ഓണം ഓഫറുകളും അവൈലബിൾ ആണ്. ഫോർ മോർ ഇൻഫോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.